ന്യൂസിലാൻഡിനെതിരെ കളി തുടങ്ങുന്നതിന് മുമ്പ് വരെ ന്യൂസിലാൻഡ് സ്ക്വാഡിലെ മുഴുവൻ പേരുടെയും ആകെ വിക്കറ്റ് നേട്ടം 100-ൽ താഴെയായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ജഡേജയ്ക്ക് മാത്രം 232 വിക്കറ്റുകൾ സ്വന്തമായിട്ടുണ്ട്. കുൽദീപിനും ഏകദേശം ഇരട്ടിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. റൺസിന്റെ കാര്യമെടുത്താലും അങ്ങനെ തന്നെയാണ്. രോഹിതും കോഹ്ലിയുമൊക്കെ ഒറ്റയ്ക്ക് നേടിയ റൺസ് ന്യൂസിലാൻഡ് സ്ക്വാഡിലെ മുഴുവൻ താരങ്ങളുടെ റൺസിനേക്കാൾ കൂടുതലായിരുന്നു. എന്നിട്ടും ആ കളി നമ്മൾ ഇടക്ക് വെച്ചൊന്ന് ശങ്കിച്ചു പോയി. ഈ കളി കൈവിട്ടു പോകുമോ എന്ന ആശങ്ക എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയാണ് യഥാർത്ഥ താരം ഇറക്കുന്നത്, ഹർഷിത് റാണെ. ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നിർണായക 29 റൺസ് അയാൾ നേടിയെടുത്തു. 2 4-ഉം 1 6-ഉം അതിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ ആരാധകർക്ക് ശ്വാസമൊന്ന് നേരെ വീണത്. എത്ര റൺസ് അടിക്കുന്നു എന്നതല്ല, അടിച്ച റൺസ് എങ്ങനെ ഉപകാരപ്പെടുത്തുന്നു എന്നതിലാണ് പ്രധാന കാര്യം. 3 ഫോർമാറ്റിലും ഹർഷിത് റാണയെ തിരികെ കയറ്റുന്നു എന്നൊരു പരാതി നമുക്കിടയിൽ ഉണ്ടെങ്കിലും മറ്റു പലർക്കെതിരെയും ഇത് തോന്നിയിട്ടുണ്ട്. ഇയാളുടെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഇതുവരെ ഫലപ്രദമായി വന്നിട്ടുള്ളത് ഏകദിനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് മറ്റു ഫോർമാറ്റുകളിൽ ഫോക്കസ്ഡ് ആയി കളിപ്പിക്കുന്നതിന് പകരം ODIയിൽ മാത്രം ഇയാളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് വേണ്ടത്. ഇന്ത്യൻ പേസ് നിരയിലെ പുതിയ വാഗ്ദാനമാണ് ഹർഷിത് റാണെ. ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് നിരയിൽ പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരേപോലെ തിളങ്ങാൻ കഴിയുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ഹർഷിത് റാണെ. വെറുമൊരു മീഡിയം പേസറല്ല, മറിച്ച് കളി ഗതി മാറ്റാൻ ശേഷിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് താനെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ തെളിയിച്ചു കഴിഞ്ഞു. അതിവേഗവും കൃത്യതയും പുതിയ പന്തിൽ പഴയ പന്തിലുമായി 140 to 145 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയാൻ ഹർഷിതിന് കഴിയുന്നുണ്ട്. വേഗതയോടൊപ്പം തന്നെ മികച്ച ബൗൺസറുകളും സ്ലോ ബോളുകളും വഴങ്ങുന്നത് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നു. കളിച്ച മിക്ക മത്സരങ്ങളിലും 2 അതിലധികമോ വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിക്കറ്റ് എടുക്കാനുള്ള അഗ്രസീവ് മനോഭാവം കാരണം ചിലപ്പോൾ റൺസ് വഴങ്ങുന്നുണ്ടെങ്കിലും ബ്രേക്ക് ത്രൂ നൽകാനുള്ള കഴിവിൽ നിലവിൽ സിറാജിനും പ്രസിദ്ധ് കൃഷ്ണയ്ക്കും മുകളിൽ ഹർഷിത് റാണയുടെ സ്ഥാനം നൽകാവുന്നതാണ്. ലൈനിലും ലെങ്ത്തിലും കുറച്ചുകൂടെ സ്ഥിരത കണ്ടെത്തുകയും കൃത്യമായുള്ള യോക്കറുകൾ കൂടി വശത്താക്കുകയും ചെയ്താൽ ബുംറയ്ക്കും ഹർഷദീപിനുമൊപ്പം നിൽക്കുന്ന ബൗളിംഗ് നിരയിലെ കരുത്തനായി ഹർഷിത് റാണെ മാറും. ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നും വെല്ലുവിളിയായിട്ടുള്ള ഒന്നാണ് വാലറ്റത്തെ ബാറ്റിംഗ് കരുത്ത്. ഷർദുൽ താക്കൂർ, ദീപക് ചാഹർ എന്നിവർ മീഡിയം പേസർമാരായി ഉണ്ടെങ്കിലും ഹർഷിതിനെ പോലെ വേഗതയുള്ള ഒരു ബൗളർ 25 റൺസിൽ കൂടുതൽ സ്ഥിരമായി നേടുന്നത് ടീമിന് വലിയ ആശ്വാസമാണ്. ഒരു പൂർണ്ണ ഓൾറൗണ്ടർ എന്നതിലുപരി ബാറ്റ് ചെയ്യാൻ അറിയുന്ന എക്സ്പ്രസ് പേസർ എന്ന നിലയിൽ ഹർഷിത് റാണെ വലിയ മുതൽക്കൂട്ടാണ്. അവസാന മത്സരത്തിൽ ഹർഷിത് റാണയുടെ പോരാട്ടവീര്യം കണ്ടില്ലായിരുന്നുവെങ്കിൽ കഥ മാറുമായിരുന്നു. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിട്ട വാഷിംഗ്ടൺ സുന്ദറിനും സമ്മർദ്ദത്തിലായ KL രാഹുലിനും വലിയ തുണയായത് റാണയുടെ ആ ഇന്നിങ്സ് ആണ്. ടീമിനെ തോൽവിയിൽ നിന്ന് കരകയറ്റാൻ ആ ഇന്നിങ്സിന് സാധിച്ചു. ചുരുക്കത്തിൽ അമിതമായി റൺസ് വഴങ്ങുന്ന പ്രവണത ഒന്ന് നിയന്ത്രിക്കുകയും ബൗളിങ്ങിൽ കുറച്ചുകൂടെ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്താൽ ഇന്ത്യൻ ടീമിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി ഹർഷിത് റാണ മാറുമെന്നതിൽ സംശയമൊന്നുമില്ല.